നിയമസഭയിലേക്കാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംസാരിക്കുകയാണ്. നിങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്ന കേക്ക് മുഴുവൻ കേക്ക്. നിങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്നത് വ്യാജ CIക്ക് കൊടുത്തിരിക്കുന്ന പരാതിയാ. വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും ഡോക്ടർ ബേബിയെ ആക്രമിച്ച ഗുണ്ടകൾക്കെതിരായും കർശന നടപടി സ്വീകരിക്കണം. നിലപാട് വേണം സാർ. നിലപാട് 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 സാർ. സാർ 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 ഇയാൾ എങ്ങനെയാണെന്നറിയാമോ? ക്ലർക്കിന്റെ മീതെയുള്ള പോസ്റ്റിൽ അവിടെ വന്നു. ക്ലർക്കിന്റെ മീതെയുള്ള പോസ്റ്റിൽ എന്നിട്ട് സ്റ്റുഡൻറ് വെൽഫെയർ ഡയറക്ടറിലേക്ക് സ്പെഷ്യൽ ഇന്റർവ്യൂ ആണ്. ഒരു കാരണവശാൽ അർഹതയില്ലാതെ സ്റ്റുഡൻറ് വെൽഫെയർ ഡയറക്ടറായി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് ഇത് നോൺ ടീച്ചിങ് പോസ്റ്റാണ്, എനിക്കിത് ടീച്ചിങ് പോസ്റ്റാക്കി മാറ്റി തന്നെ. അപ്പൊ എന്ത് ചെയ്തു? യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് അമെൻഡ് ചെയ്ത് നോൺ ടീച്ചിങ് പോസ്റ്റിൽപ്പെട്ട ഇയാളെ ടീച്ചിങ് പോസ്റ്റിലേക്ക് മാറ്റി. എന്നിട്ട് സാർ കഴിഞ്ഞ 11 വർഷക്കാലത്തെ മുൻകാല പ്രാബല്യത്തോടുകൂടി UGC ശമ്പളം കൊടുത്തു. UGC ശമ്പളം. അയാളാണ് ഈ പ്രതി. നിലപാടാണ് സാർ, നിലപാട്. സാർ ഞാൻ പറയാം സാർ. കാലടി ശങ്കര കോളേജ് പറഞ്ഞല്ലോ, രമ വളരെ ഇതായിട്ട് പറഞ്ഞു. 20 പെൺകുട്ടികളുടെ ഫോട്ടോ അശ്ലീല ഹാൻഡിലുകളിലേക്ക് കൈമാറി. ആ പെൺകുട്ടി പരാതി അന്വേഷിച്ചു. ആ പെൺകുട്ടിയുടെ പടം വന്നപ്പോൾ അന്വേഷിച്ചു. ബാക്കി കുട്ടിയുടെ അന്വേഷിച്ചു. അപ്പോൾ 20ഓളം പെൺകുട്ടികളുണ്ട്. അവർ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അങ്കമാലി MLA എവിടെ ഇരിക്കുന്നു, പരാതി അന്വേഷിക്കണമല്ലോ. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് സാർ 15 മിനിറ്റ് പോലും അവൻ അവിടെ ഇരുത്തിയില്ല. വേഗം സ്പീഡാക്കി അവനെ ജാമ്യത്തിൽ വിട്ടു. സാർ നിലപാടാണ് സാർ, അത് നിലപാട്. 20 പെൺകുട്ടികളിലെ നമ്മുടെ മക്കളെ പോലെയുള്ളവരുടെ ചിത്രം അശ്ലീല പോസ്റ്റിൽ ഇട്ടവനെ 15 മിനിറ്റ് പോലും പോലീസ് സ്റ്റേഷനിൽ ഇരുത്താതെ അവന്റെ നടപടിക്രമങ്ങൾ വേഗം പൂർത്തിയാക്കി അവന് ജാമ്യം കൊടുത്ത്. VIP കിട്ടില്ല, നമുക്ക് കിട്ടുമോ? നിങ്ങൾ MLA അറസ്റ്റ് ചെയ്താൽ കിട്ടുമോ? 15 മിനിറ്റ് എത്ര നേരം ഇരിക്കണം? നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് റോജി M. ജോണിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ട് കിട്ടിയോ? 15 മിനിറ്റിനകം തോളെ കൈയിട്ട് മോൻ പൊക്കൊള്ളാൻ പറഞ്ഞു. അതാണ് സാർ നിലപാട്. ഇവിടെ മന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് നമ്മളെ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ അധിക്ഷേപിച്ച കാര്യം പറഞ്ഞു.